ഹലോ, ഇന്നാണ് സുദിനം. ഇന്നാണ് എൻ്റെ വളകാപ്പ് ഡേ. നമ്മുടെ ചെന്നൈയിൽ സീമന്ത എന്നൊക്കെ പറയും. അപ്പോൾ അതിന് സെൽഫായിട്ടാണ് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. വെളുപ്പാങ്കാലത്തെ എണീറ്റ് മുഖവും കഴുകിയിരിക്കുന്ന ഇരിപ്പാണ് ഇതിട്ട. അപ്പോൾ ഇന്നത്തെ ചടങ്ങിലേക്ക് കിടക്കാം. അതിന് മുന്നേ ഞാൻ പറഞ്ഞു ഞാൻ സെൽഫ് മേക്കപ്പ് ആണല്ലേ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ എന്നെ തന്നെ മേക്കപ്പ് ചെയ്യുന്നതാണ്. ഞാൻ എന്നെ അങ്ങനെ അധികം മേക്കപ്പ് ചെയ്തില്ല. വേറൊരാളെ മേക്കപ്പ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസാണ്. പക്ഷേ ഞാൻ എന്നെ ഇതുവരെ മേക്കപ്പ് ചെയ്തും എനിക്ക് ഇതുവരെ നന്നായിട്ടില്ല. എന്തായാലും ഇന്ന് നമുക്ക് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. പക്ഷേ ഇത് അടിപൊളിയായിട്ട് വന്നു എന്നുള്ളതാണ്. അതുകൊണ്ടിട്ടാണ് ഞാൻ എന്തായാലും ഇത് വീഡിയോ എടുക്കുന്ന പ്ലാൻ ഉണ്ടായിരുന്നു. വീഡിയോ എടുത്ത് ഇടുമോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ മേക്കപ്പ് എങ്ങനെ ചെയ്തു എന്നുള്ളതിൻ്റെ വീഡിയോ എടുത്തത് ഞാൻ എന്തായാലും കാണിച്ചു തരാം. കാരണം ഇതൊരു ലോങ് ലാസ്റ്റിംഗ് മേക്കപ്പ് ആയിരുന്നു. ഒരു ദിവസം നന്നായിട്ടിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് മേക്കപ്പ് ചെയ്തതെന്ന് കാണാം. മേക്കപ്പ് ചെയ്യുമ്പം ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഫേസിൽ ഹെയർസ് ഒന്നും പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഹെയർ ഒന്നും കളയുന്ന ഒരാളല്ല. അപ്പോൾ ഫേസിൽ അത്യാവശ്യം നല്ല കുഞ്ഞു രോമങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കളയാനായിട്ട് ആദ്യം ഹെയർ മൊത്തം ഷേവ് ചെയ്ത് കളയാന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനായിട്ട് ഞാൻ കുറച്ച് മോയ്സ്ചറൈസർ എടുത്ത് ഫേസ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്തിട്ട് ഞാൻ നമുക്ക് ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് ഞാനിപ്പോൾ താൽക്കാലികമായി ഞാൻ ചെയ്യുന്ന ഒരാളല്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് മേടിച്ചൊരു റേസർ വെച്ചിട്ടാണ് ഞാൻ എനിക്കറിയാവുന്ന രീതിയിലാണ് ഷേവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മിസ്റ്റേക്ക് ആയിരിക്കും. നിങ്ങൾ നിങ്ങളുടെ രീതിക്ക് തന്നെ ചെയ്താൽ മതി കേട്ടോ. ഇതൊന്നും നോക്കണ്ട. ഞാൻ സ്റ്റെപ്പ് ജസ്റ്റ് പറഞ്ഞു പോവാം. അപ്പോൾ നമ്മൾ ഷേവ് ചെയ്ത് നന്നായിട്ട് മുഖമൊക്കെ വീണ്ടും ഫേസ് വാഷ് ഇട്ട് കഴുകി വന്നിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്ന സ്റ്റെപ്പ്, എൻ്റെ മോയ്സ്ചറൈസർ എടുത്തു. അതുപോലെ തന്നെ എൻ്റെ പ്രഗ്നൻ്റ് ആയ പിന്നെ ഞാൻ ഈ ഒറിമിയുടെ മിനറൽ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. അതും എടുത്തു. ദെൻ നമ്മുടെ കയ്യിൽ സ്ട്രോബ് ക്രീം ഉണ്ട്. സ്ട്രോബ് ക്രീമും കൂടി എടുത്തു. ഇത് മൂന്നും കൂടി എടുത്ത് കയ്യിൽ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളൊരു ക്രീം പോലെ മൊത്തം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫേസിലും നെക്കിലും ഇയറിലും എല്ലായിടത്തും അപ്ലൈ ചെയ്ത് ക്ലീൻ ആക്കിയിട്ടോ. ഇനി നമ്മുടെ പ്രൈമർ അപ്ലൈ ചെയ്യാൻ പോവാണ്. പ്രൈമർ മേക്കപ്പിന് മുമ്പേ കംപ്ലീറ്റ് ഫേസിൽ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു ബേസ് കോട്ടായിരിക്കും. അത് ഒരു പെർഫെക്റ്റായിട്ട് നമുക്ക് ആ മേക്കപ്പ് കിട്ടാൻ അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ എല്ലായിടത്തും പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിലുള്ള കൺസീലർ ഞാൻ യൂസ് ചെയ്ത് എനിക്ക് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഏരിയ അണ്ടർ ഐ ഉണ്ടാവും, നമ്മുടെ ഫേസിൽ പലയിടത്തും വേറൊരു കളറൊക്കെ ഉണ്ടാവില്ലേ, അവിടെയൊക്കെ ഞാൻ ഈ ഒരു ഓറഞ്ച് കളർ ഷെയ്ഡാണ് കൊടുക്കുന്നത്. ഈ മേക്കപ്പിൽ ഞാൻ ഇത് മാത്രമല്ല, നമ്മളിപ്പോൾ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്യില്ലേ, അപ്പം ഒരു ഫൗണ്ടേഷനിലൂടെ മാത്രമല്ല ഞാൻ ചെയ്യുന്നത്, പല ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഫേസിനെ കവറപ്പ് ചെയ്തേക്കണേ. അതുകൊണ്ടായിരുന്നു തോന്നുന്നു നല്ല രീതിയിൽ എനിക്ക് ആ മേക്കപ്പിൻ്റെ ഔട്ട്ലുക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഞാൻ ഇരുന്ന് തപ്പുന്ന കണ്ടോ, ദാറ്റ് മീൻസ് ഈ റൂമിൽ അധികം ലൈറ്റപ്പ് ഇല്ലായിരുന്നു. എപ്പോഴും മേക്കപ്പ് ചെയ്യുമ്പോൾ നല്ല ലൈറ്റിട്ട് നമ്മൾ ചെയ്താൽ മാത്രമേ അതിൻ്റെ പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ പുറത്തിറങ്ങി കഴിയുമ്പോൾ നമുക്ക് വേറൊരു ലുക്കായിരിക്കും വരിക. അപ്പോൾ എന്തായാലും അത് ശ്രദ്ധിച്ച് ചെയ്തോളുക. എനിക്കിപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ടിട്ട് ഞാനിപ്പം ഉള്ള വെട്ടത്തിലിരുന്നാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു പല ടൈപ്പ് ഓഫ് കൺസീലർ, പല ടൈപ്പ് ഓഫ് ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ ആദ്യം ഞാൻ ഓറഞ്ച് ഷെയ്ഡ് കൊടുത്തു. പിന്നെ എൻ്റെ സ്കിൻ ടോണിനേക്കാളും കുറച്ചും കൂടി ഒരു ഡാർക്ക് ഷെയ്ഡായിട്ടുള്ളൊരു ഇത് വെച്ചിട്ടാണ് ആ അണ്ടർ ഐസ് പിഗ്മെൻറ്റഡ് ഏരിയാസൊക്കെ ഞാനിപ്പോൾ കവറപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ കവറിങ് മാത്രമാണ് ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് ഒരു ഈവൻ അല്ലാത്ത സ്ഥലങ്ങൾ മൊത്തം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇനി ഇപ്പം ഞാൻ അടുത്തത് ചെയ്യാൻ പോകുന്നത്, എൻ്റെ കയ്യിൽ വാങ്ങിച്ചപ്പം എൻ്റെ കറക്റ്റ് ഷെയ്ഡല്ല എന്ന് വെച്ചാൽ ഞാനത് ഇട്ട് കഴിയുമ്പം കുറച്ച് ഡൾ ലുക്കാണ്. അപ്പം ആ ഫൗണ്ടേഷൻ മാത്രം ഇട്ടാൽ ഞാൻ ഭയങ്കര ഡൾ ലുക്കിലായിരിക്കും ഉണ്ടാവുക. ആ ഒരു ഷെയ്ഡാണിത്. അത് വെച്ചിട്ട് ഞാനിപ്പം കൺസീൽ ചെയ്ത ഏരിയ കംപ്ലീറ്റ് ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ റെഡ്നെസ്സും നമ്മളായിട്ട് ഓറഞ്ച് കളറൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്നുകൂടെ കവറായി സ്കിൻ കുറച്ചും കൂടി ഒന്ന് ഈവനാവും. നമ്മുടെ കറക്റ്റ് ഷെയ്ഡല്ലായിരിക്കും, പക്ഷേ സ്കിൻ ഭയങ്കര ക്ലിയർ ആവും. വേറെ പാണ്ടോ ആ കുത്തോ അങ്ങനെ ഒന്നും കാണാൻ പറ്റില്ല. നല്ല സ്കിൻ ഭയങ്കര ക്ലിയർ ആവും. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റെപ്പ് കേട്ടോ. എന്ത് സംഗതി നമ്മൾ ഫേസിലിട്ടാലും അടിപൊളിയായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നതിലാണ് നമ്മുടെ മേക്കപ്പിൻ്റെ പകുതി വിജയിരിക്കുന്നത്. സോ ഞാൻ ബ്ലെൻഡർ ഉപയോഗിച്ച് നല്ല രീതിയിൽ അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ തൂക്കുമല്ല, നല്ല രീതിയിൽ ഒപ്പി ഇങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്യില്ലേ, ആ രീതിക്കാണ് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാറ്. ഇത് കഴിഞ്ഞ് ഞാനൊരു സ്റ്റിക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് എൻ്റെ ഫേസിൽ കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കേണ്ട പോർഷനിലൊക്കെ ഞാൻ ഒരു ലൈറ്റ് ഷെയ്ഡ്, എൻ്റെ സ്കിൻ ടോണിൻ്റെ നമ്മളെപ്പോഴും തിരഞ്ഞെടുക്കുന്ന ഒരു ഫൗണ്ടേഷൻ ഉണ്ടാവില്ല, നമ്മുടെ സ്കിൻ ടോണിന് കറക്റ്റ് മാച്ച് പോകുന്നത്, ആ ഫൗണ്ടേഷൻ വെച്ചിട്ട് എനിക്ക് അത്യാവശ്യം ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ട പോർഷൻ അവിടെ മാത്രം ഒരു സ്റ്റിക്ക് ഫൗണ്ടേഷനും കൂടെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇനി ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞ പോലെ ബ്ലെൻഡ് ചെയ്ത് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ബ്ലെൻഡർ ഉപയോഗിച്ച് ഇപ്പോൾ ചെയ്ത വർക്കെല്ലാം നല്ല രീതിയിൽ ഫിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ കഴുത്തിൽ പ്രഗ്നൻ്റ് ആയ പിന്നെ ഒരുപാട് ഭയങ്കര ഡാർക്കായിട്ടുണ്ട് കഴുത്ത്. അപ്പം അത് നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് വെച്ച് തന്നെ ഞാൻ കവർ ചെയ്യുന്നത്. അപ്പോൾ നൈക്കയുടെ 6 അതിനെ യൂസ് ചെയ്തിരിക്കുന്നത്, അത് കറക്റ്റായിട്ട് കവറപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ കഴുത്തും ഇതുപോലെ തന്നെ കംപ്ലീറ്റ് നമ്മൾ ഷെയ്ഡ് കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. സ്കിൻ ഈവനായ പിന്നെ എല്ലായിടത്തും നമ്മുടെ കഴുത്തും നമ്മുടെ ചെവിയും നമ്മൾ കാണുന്ന ഭാഗങ്ങളിലെല്ലാം ഈവനായിട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അടുത്തതിന് മുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ സ്റ്റിക്കിംഗ് ഫൗണ്ടേഷൻ എല്ലാം ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഇനി മെയിൻലി നമ്മുടെ കറക്റ്റ് സ്കിൻ ടോണിനായിട്ടുള്ള ലിക്വിഡ് ഫൗണ്ടേഷനാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ലിക്വിഡ് ബ്രഷ് വെച്ച് ചെയ്താലും ഞാൻ ബ്ലെൻഡർ വെച്ച് ലാസ്റ്റ് ഒന്നുകൂടി ഫിക്സ് ചെയ്യുന്നുണ്ട്. അതാണ് എൻ്റെ കംഫർട്ടബിൾ. ആ ബ്ലെൻഡറാണ് എനിക്കെല്ലാം. സോ ഇത് പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഞാൻ കംപ്ലീറ്റ് ഫേസിൽ എല്ലായിടത്തും കൊണ്ട് ഫൗണ്ടേഷൻ കൊടുക്കുന്നില്ല. എൻ്റെ മെയിനായിട്ട് അണ്ടർ ഐ, അതുപോലെ തന്നെ ചീക്ക് ബോൺ, ജോ ലൈൻ, നമ്മുടെ ഫോർഹെഡ്, അങ്ങനെയുള്ള മെയിൻ കുറച്ച് പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഭാഗങ്ങളിൽ മാത്രമാണ് ഞാൻ കൂടുതലായിട്ട് ആ മേക്കപ്പ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ ജസ്റ്റ് ലൈറ്റൊരു ടച്ചപ്പ് മാത്രമേ കൊടുത്തു പോകുന്നുള്ളൂ. അതപ്പം ഭയങ്കര നമുക്കൊരു നോർമൽ ലുക്ക് തരും, ഒരു ഹെവി മേക്കപ്പ് ലുക്ക് ആ ഒരു ഫീലിലും നമ്മൾ വരത്തില്ല. ജസ്റ്റ് ഒരു ലൈറ്റ്, ഇപ്പോൾ നമ്മൾ പണ്ട് പറയില്ലേ, ഞാൻ ഫെയർ ആൻഡ് ലവ്ലിയും തേച്ച് പൗഡർ ഇട്ട് പോകത്തുള്ളൂ, ആ ഒരു ലുക്കൊക്കെ വരത്തുള്ളൂ. എന്നാൽ നമ്മുടെ ഫേസ് ഭയങ്കര ക്ലീൻ ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നത് എൻ്റെ കയ്യിലുള്ള നല്ല ലൈറ്റ് ഒരു കൺസീലർ വെച്ച് എനിക്ക് നല്ല എടുത്ത് നിൽക്കേണ്ട പോർഷനൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ എഗെയിൻ ബ്ലെൻഡ്. അപ്പോൾ അത്യാവശ്യം നമ്മുടെ ഇതെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. സോ പൗഡർ വെച്ച് പൗഡർ ഫിക്സേഷനാണ്. എല്ലായിടത്തും ഞാൻ പൗഡർ അപ്ലൈ ചെയ്ത് കൊടുത്ത് പൗഡർ ബ്രഷ് വെച്ച് തന്നെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിപ്പം അവൻ പോകത്തില്ല, എല്ലാം സെറ്റായി കഴിഞ്ഞു. സോ എനിക്ക് അരുൺ വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വെട്ടം കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഈ ചെയ്ത് വെച്ചിരിക്കുന്നിടത്തൊക്കെ വല്ല പാച്ചപ്പും ഉണ്ടോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോർച്ച് അടിച്ച് ഞാൻ ഓരോ ഫേസിന് ഓരോ മൂലയും നോക്കുക. പക്ഷേ ഇങ്ങനെയൊന്നും നോക്കിയാൽ അത്രയ്ക്കൊന്നും കാണത്തില്ല കേട്ടോ. നല്ല ലൈറ്റിരുന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അരുണും അപ്പവും എന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓരോ കാര്യം നോക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഇതിനകത്ത് അപ്പുകുട്ടനൊരു ആർട്ടിസ്റ്റായതുകൊണ്ട് അവൻ മേക്കപ്പിന് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ, കാണിച്ചു തരാം ഞാൻ. അപ്പോൾ ഇനി അടുത്ത് ഞാൻ ചെയ്യുന്ന ബ്രോൺസർ വെച്ചിട്ട് ഷെയ്ഡിങ് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് എനിക്ക് അപ്പുവിന് ആവശ്യമുണ്ടായിരുന്നു, കാരണം കറക്റ്റ് ഷെയ്ഡിങ് കൊടുക്കുന്നത് പ്രോപ്പറാണോ, അവിടെ എവിടെയും മാച്ചപ്പില്ലാണ്ട് പോയിട്ടുണ്ടോ എന്നൊക്കെ അവൻ കറക്റ്റ് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ബ്രോൺസർ വെച്ച് ഒരു ഡാർക്ക് ഷെയ്ഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഉണ്ടായിരുന്നത്. സോ ഞാൻ ആ ബ്രോൺസർ വെച്ച് തന്നെ എൻ്റെ നമ്മുടെ പുരികത്തിൻ്റെയും കണ്ണിൻ്റെ ആ സൈഡിലുള്ള ഏരിയയും മൂക്കിൻ്റെ ആ പാലത്തിൻ്റെ 2 സൈഡും അതൊക്കെ ഞാൻ ഇത് വെച്ച് തന്നെ സെറ്റാക്കി കൊടുത്ത് കറക്റ്റായിട്ട് ഷെയ്ഡ് കൊടുക്കുമ്പോൾ നമുക്ക് ആ കറക്റ്റ് പോയിൻ്റിൽ സംഭവം കിട്ടും. പിന്നെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മൂക്കിൻ്റെ ബ്രിഡ്ജ്, ചുണ്ടിൻ്റെ കറക്റ്റ് നടുഭാഗം നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കേണ്ട പോർഷനൊക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ബ്രൗൺസർ കഴിഞ്ഞു, ഹൈലൈറ്റിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ബ്ലഷും കൂടെ അപ്ലൈ ചെയ്ത ആ ഒരു ഏരിയ നമുക്ക് ചെയ്യേണ്ട കടമകളെല്ലാം നമ്മളവിടെ തീർത്ത്. ബ്ലഷ് എല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞ ശേഷവും ബ്രഷ് വെച്ചുള്ള ബ്ലെൻഡിങ് കൂടാണ്ട് ഞാൻ നമ്മുടെ ഈ ബ്ലെൻഡർ വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അതാണ് എനിക്ക് കുറച്ചും കൂടി ഭയങ്കര സെറ്റപ്പായിട്ട് വന്നിട്ടുള്ളൂ. കൈയും ബ്രഷും ഒന്നും എനിക്കങ്ങനെ സെറ്റ് ആവാറില്ല. ഈ ബ്ലെൻഡറാണ് എന്നെ ഹെൽപ്പ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ അത് വെച്ചും നമ്മുടെ മേക്കപ്പിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ഇട്ടതെല്ലാം പൗഡർ ഫിക്സ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം കണ്ണിൻ്റെ താഴെ കുറച്ചധികം പൗഡർ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഐ മേക്കപ്പ് ചെയ്യുമ്പം എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇച്ചിരി ഒന്ന് തട്ടിക്കളഞ്ഞാൽ മതിയല്ലോ, അവിടെ സെറ്റ് ആവുമല്ലോ. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എനിക്ക് ഒട്ടും അറിയാത്തൊരു പരിപാടിയാണ്. എനിക്ക് ഐബ്രോ എഴുതാൻ അങ്ങനെ ഞാൻ ഒട്ടും എക്സ്പെർട്ട് അല്ലാത്ത ഒരാളാണ്. എനിക്ക് അതിൽ എന്നെ ഒരു വിശ്വാസമില്ല. അപ്പം അത് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഐബ്രോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ബ്രോൺസർ വെച്ച് തന്നെ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് എനിക്ക് തോന്നുന്ന ഒരു രീതിയിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ ഞാൻ ചെയ്യണം. ഞാൻ അങ്ങനെ അധികം ത്രെഡിങ് ചെയ്യാറില്ല. അപ്പം ഓൾറെഡി എനിക്ക് അവിടെ ഹെയർസും ഉണ്ട്. ഒരു പ്രോപ്പറായിട്ടല്ല, ഇംപ്രോപ്പറായിട്ടാണ് സംഭവം ഇരിക്കുന്നത്. പിന്നെ ഒരു വിധത്തിൽ ചീകി വെച്ച് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്ത് എന്തായാലും ഞാനത് സെറ്റാക്കി വിടുന്നുണ്ട്. മേക്കപ്പിന് കുറച്ച് ഫിനിഷിങ് വേണം. ശരിക്കും നല്ല ഐബ്രോ നല്ല രീതിയിൽ എഴുതിയാൽ നമ്മുടെ ഫേസിന് ഭയങ്കര ഒരു ചേഞ്ച് കേട്ടോ. എന്തായാലും നമ്മുടെ അത്യാവശ്യ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ണിലേക്ക് പോവാം.
കണ്ണിൽ ഞാൻ ആദ്യം നല്ല ലൈറ്റായിട്ടുള്ള നല്ല എടുത്ത് നിൽക്കുന്ന ഒരു കൺസീലർ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് പിന്നെ നമ്മുടെ ഐ ഷാഡോ കളറുകളൊക്കെ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണ് കുറച്ചും കൂടി എടുത്ത് കാണിക്കും, നമ്മൾ ഇടുന്ന കളറുകളൊക്കെ നല്ല എടുത്ത് കാണിക്കും. ഇപ്പോൾ ഞാൻ ലൈറ്റ് കളർ അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കോർണർ ഭാഗം നല്ലൊരു ലൈൻ പോലെ വരച്ചു കൊടുത്തു. എന്നിട്ട് നമുക്ക് ഡാർക്ക് ഷെയ്ഡ് വെച്ച് ഉള്ളിലേക്ക് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ അത് നന്നായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടെക്നിക്ക് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ ഞാനൊരു ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് ലൈനപ്പ് ചെയ്തിട്ട് ഉള്ളിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ആ ഷെയ്ഡിങ് പ്രോപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയിൽ അവിടെ ഇരിക്കും. കോർണറിൽ വരച്ച് വെച്ച ഒരു ഫീല് ഉണ്ടാവില്ല കേട്ടോ. ലൈറ്റായിട്ട് ടച്ച് വരച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ഷെയ്ഡിങ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് സാരിയുടെ കളർ എന്താണോ അത് ഞാൻ ഉള്ളിൽ നിന്ന് ലൈറ്റ് കളറാണ്, സോ ലൈറ്റ് കളറ് ഉള്ളിൽ നിന്ന് എടുത്ത് ഇതാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നടുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യണം, ഒരു സ്പാർക്ക്ലിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഷെയ്ഡ് വെച്ചിട്ട്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒരു കൺസീലർ അപ്ലൈ ചെയ്ത് അവിടെ ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടി അങ്ങനെയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഗോൾഡൻ ഷെയ്ഡ് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കും. നിങ്ങൾക്ക് നന്നായിട്ട് ഈ വെട്ടത്തിൽ കാണാൻ പറ്റുന്നുണ്ടാവില്ല, അതുകൊണ്ടാട്ടോ ഞാൻ എന്ത് ഷെയ്ഡാണ് കൊടുത്തതെന്നൊക്കെ പറയണേ. ഇതിൻ്റെ ഇടയിൽ അപ്പുക്കുട്ടൻ വന്നിട്ട് എൻ്റെ ഷെയ്ഡിൻ്റെ ഒരു കണ്ണിൽ കൂടുതലും ഒരു കണ്ണിൽ കുറവെന്ന് പറഞ്ഞാൽ ഷെയ്ഡ് കറക്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്നുമില്ല, നമ്മൾ മസ്കാര ഇടുന്നു, പരിപാടി കഴിയുന്നു. എനിക്ക് അത്യാവശ്യം ഐലാഷിനെ കുറച്ച് ലെങ്ത് ഉണ്ട്, അപ്പോൾ ഞാൻ എക്സ്ട്രാ ലാഷസ് ഒന്നും വെച്ചില്ല. ഉള്ളതിൽ മസ്കാര ഇട്ടൊന്ന് എടുത്ത് നിർത്തിപ്പിക്കുകയാണ് ചെയ്തുള്ളൂ. പിന്നെ താഴെ എനിക്ക് കുഞ്ഞു കുഞ്ഞു ഐലാഷസ് ഉണ്ട്, പക്ഷേ എനിക്ക് അതിലിടാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല. എന്ന് വെച്ചാൽ എനിക്കിഷ്ടമാണ്, പക്ഷേ എനിക്ക് പേടിയാണ്. ഞാൻ എങ്ങനെ പോയും താഴെ തട്ടിയാൽ പിന്നെ ഞാൻ അവിടെ തൂക്കും, പണി കിട്ടും. എന്തിനാ വെറുതെ, അതുകൊണ്ട് ഞാൻ ആ വഴിക്ക് പോയിട്ടില്ല, വിട്ടേച്ചു. നമുക്കുള്ളതിനെ നന്നായിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ലിപ്പാണ്. ലിപ്പും ഇതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒരു ഫൗണ്ടേഷൻ അപ്ലൈ കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഭയങ്കര ചുണ്ട് ഡ്രൈ ആവുന്നതുകൊണ്ട് ലിപ് ബാം തേച്ച് കൊടുത്ത് കൺസീൽ കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എടുത്ത് കാണിക്കും കേട്ടോ. നമ്മൾ കൊടുക്കുന്ന കളറുകളൊക്കെ കുറച്ചും കൂടി നന്നായിട്ട് കാണിക്കും. ദെൻ ലിപ്പ് ലൈനർ വെച്ചിട്ട് നമ്മൾ വരച്ചു കൊടുക്കുന്നു, ലിപ്സ്റ്റിക്ക് ഇട്ടു. ലിപ്പും നമ്മൾ ഫൗണ്ടേഷൻ ചെയ്ത പോലെ കുറച്ചൊരു പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നമുക്ക് ചേർന്ന ഷെയ്ഡ് ആദ്യം സ്റ്റിക്ക് കൊടുക്കുക, പിന്നെ ലിക്വിഡ് കൊടുക്കുക, അങ്ങനെ കൊടുത്താൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ ഷെയ്ഡ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇത് മാത്രം ഞാൻ അപ്ലൈ ചെയ്ത് ഇതുകൊണ്ട് പരിപാടി ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ലിപ്പിൽ ചെയ്തുള്ളൂ. പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും ലിപ്പിന് പുറത്തോട്ട് നമുക്കിങ്ങനെ ചാക്കൂലേ, അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മുടെ കറക്റ്റായിട്ടുള്ള ഫൗണ്ടേഷൻ വെച്ച് ജസ്റ്റ് ടച്ചപ്പ് ചെയ്ത് അതും കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞു ഗൈസ് നമ്മുടെ മേക്കപ്പ്. ഇനിയിപ്പം നമുക്ക് താഴെ ആൻറ്റിയുടെ അടുത്ത് പോയി ഹെയർ നന്നായിട്ട് അവർ കെട്ടിത്തരും. അവരുടെ ട്രഡീഷണൽ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഇന്നത്തെ വളകാപ്പ്. സോ ആ രീതിയിൽ കെട്ടിത്തരും. അപ്പം ഞാൻ ജസ്റ്റ് ഹെയറൊക്കെ ഒന്ന് അയൺ ചെയ്തിട്ട് നമുക്ക് പോവാം. അതിന് മുന്നേ നമ്മൾ ഇത്രയും ചെയ്ത് വെച്ച മേക്കപ്പ് എല്ലാം കൂടെ നമുക്ക് ഫിക്സ് ചെയ്ത് പോകാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ മേക്കപ്പ് ഫിക്സർ വെച്ച് നല്ല രീതിയിൽ ഫേസ് എല്ലായിടത്തും അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഉണങ്ങിക്കഴിഞ്ഞ് ഞാൻ ഹെയർ ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ട് താഴെ ആൻറ്റിയുടെ അടുത്തോട്ട് പോവുകയാണ്, ഉള്ള അക്സസറീസ് എല്ലാം വെച്ചിട്ട്. അപ്പം താഴെ ഇരുന്ന ആൻറ്റി എനിക്ക് ഹെയർ അവരുടെ രീതിക്ക് കെട്ടിത്തരികയാണ്. അപ്പം ജടയൊക്കെ പിന്നി ഇപ്പം നോക്കിക്കേ, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വെട്ടത്തിൽ ഇപ്പം എന്നെ കാണാം. നോർമലായിട്ടല്ലേ ഇരിക്കണം. ഞാൻ ഒത്തിരി മേക്കപ്പ് ചെയ്തൊരു ലുക്കില്ല, നമ്മുടെ സ്കിൻ ഭയങ്കര ഈവനായിട്ടുള്ളൊരു ലുക്കിലായിരിക്കണം. എനിക്ക് പ്രോപ്പറായിട്ട് കാണിച്ചു തരാൻ പറ്റിയില്ലല്ലോ. ലാസ്റ്റ് ഞാൻ കുറച്ച് പിക്ചേഴ്സ് ആഡ് ചെയ്യാം കേട്ടോ. നമുക്ക് ജാനു ബാക്കിൽ ഹെയർ അക്സസറീസൊക്കെ വെച്ച് അവരുടെ രീതിക്ക് ആ ഹെയറൊക്കെ അടിപൊളിയാക്കി എനിക്ക് സെറ്റ് ചെയ്ത് തന്നു. ഫ്രണ്ടിൽ ഹെയർ സ്പ്രേ വെച്ച് ഹെയറൊക്കെ ഫിക്സാക്കി. ഇതിൻ്റെ ഒത്തിരി വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അപ്പോൾ ലാസ്റ്റ് ഹെയർ എങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഫോട്ടോ പോലെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഹെയർ പഫൊന്നും ചെയ്തില്ല, ചുമ്മാ അവിടെ വെക്കുകയാണ് ചെയ്തത്. നമുക്കുള്ള രീതിയിൽ വെച്ച് ചെയ്യുക ചെയ്തത്. അപ്പോൾ ഇങ്ങനെയാണ് ഹെയറിൻ്റെ ഒരു അവസാനത്തെ ലുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഫോട്ടോസ് കാണാം. ഇതൊക്കെയാണ് ഞങ്ങളുടെ പിക്സ് വരുന്നത്. ഞാൻ എൻ്റെ മേക്കപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സൂം ചെയ്ത് എൻ്റെത് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ആദ്യത്തെ ബേബിയാണ്, എൻ്റെ ആദ്യത്തെ വളകാപ്പാണ്. ഇതൊക്കെയായിരുന്നു എൻ്റെ ലുക്ക് വരുന്നത്. കണ്ടോ, നോർമൽ മേക്കപ്പ് അല്ല, എന്തായാലും വളകാപ്പ് ഭംഗിയായി കഴിഞ്ഞു. ഒരുപാട് സന്തോഷമായി. ഇത് ലോങ് ലാസ്റ്റിംഗ് മേക്കപ്പാണ്, നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഏറ്റവും തുടക്കത്തിൽ അവിടുത്തെ വിളക്കൊക്കെ കെടുത്തിയപ്പോൾ ചൂട് കാരണം നല്ല രീതിയിൽ വേർത്തിട്ടുണ്ടായിരുന്നു. നോക്കിക്കേ, എന്നിട്ട് മേക്കപ്പിന് ഒന്നും പറ്റിയിട്ടില്ല. നല്ല മേക്കപ്പാണ് കേട്ടോ. ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.